ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രൈ ആണ്, ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ പനീർ ഫ്രൈ ആണ്. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇതേ കണ്ടോ, ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അകം വെളിഭാഗം നല്ല ക്രിസ്പിയാണ്, അകം കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മളെ പനീർ ഫ്രൈ ആണ്. അപ്പം ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പനീർ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാൻ 2 സ്പൂൺ തൈര്, ഇപ്പം 100 ഗ്രാം പനീറിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2-2.5 സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ചാട്ട് മസാലയാണ്, അത് ഞാൻ 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, അത് ഓരോരുത്തർക്കുള്ള ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ ഓയിലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ്. അത്യാവശ്യം വലിയ ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണല്ലോ. ഇനി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പനീർ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കുള്ള നമ്മുടെ ഓരോ പനീറും നമുക്കെടുത്ത് ഇട്ട് കൊടുക്കാം. തീ ഏറ്റവും സിമ്മിൽ വെച്ചേക്കണം കേട്ടോ. ഒരു മീഡിയം തീയിലിട്ടിട്ട് 4 സൈഡ് സ്ക്വയറായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തേക്കും, 4 സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കണ്ട, ഡ്രൈ ആക്കണ്ട. അപ്പം അകഭാഗം അങ്ങ് നല്ല ഹാർഡായി പോവും നമ്മൾ പനീറൊക്കെ. അപ്പം ഒരു ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പനീർ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കാം. ഇതിൻ്റെ 4 സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് സംഭവം. ഇപ്പോൾ നല്ല ചൂടാണ്, കഴിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.